അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രീ ഇസ്ലാമിക് പീരീഡിലെ പോയട്രി പ്രോസ് എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ മുമ്പത്തെ കാലത്തിലെ ജാഹിലിയ കാലത്തിലെ കവിത, ഗദ്യം, പദ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയുന്നത് ഇസ്ലാമിക് പീരീഡിലെ ഗദ്യവുമായി ബന്ധപ്പെട്ട പ്രോസ് ഇൻ ഇസ്ലാമിക് പീരീഡ്, നസ്റുൽ അറബി ഫിൽ അഹദിൽ ഇസ്ലാമി, ഇസ്ലാമിക് കാലത്തുള്ള അറബി പ്രോസിനെ പറ്റിയിട്ട്, ഗദ്യത്തെ പറ്റിയിട്ടുള്ള ചർച്ചയാണ്. എന്തായാലും ഇസ്ലാം വന്നതോടുകൂടി ഒരുപാട് അറബി സാഹിത്യത്തിൽ ഒരുപാട് വാതിലുകൾ തുറക്കപ്പെടുന്നുണ്ട്. ഒരുപാട് മുന്നേറ്റങ്ങൾ, ഒരുപാട് പുരോഗതികൾ, ഒരുപാട് വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ടൊരു മാറ്റം, മുസ്ലിങ്ങൾ അവരുടെ ദീനിനെ പ്രചരിപ്പിക്കാനും അവരുടെ പ്രബോധനത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് നാടുകളിലേക്ക്, ഒരുപാട് അടുത്തുള്ള സമീപ രാജ്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വന്നു. ആ സമയത്ത് യുദ്ധങ്ങൾ വ്യാപിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ അവരുടെ എഴുത്ത്, പ്രസംഗം, എന്നുവെച്ചാൽ എഴുത്ത്, വാക്കും എഴുത്തൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിലേക്ക്, അതിൻ്റെ മാറ്റങ്ങൾ വരുത്തുന്നതിലേക്കൊക്കെ ഒരു കാരണമായി അത് മാറി എന്നുള്ളതാണ്. അതിന് പിന്നെ എന്ന് മാത്രമല്ല, ഈ ഒരുപാട് നസറുകൾ വർദ്ധിച്ചു. ഒന്നൊരു പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ റസൂലുള്ളാഹിയുടെ മുഹമ്മദ് നബിയുടെ ഹദീസുകൾ കാരണത്താൽ, ഖുലഫാ റാഷിദിൻ്റെ പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ സൈന്യാധിപരുടെ, സേനാനായകരുടെ പ്രസംഗങ്ങൾ, അവരുടെ ഭാഷാന്തരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടുകൾ, സാഹിത്യങ്ങൾ, കഥകൾ, ചരിത്രങ്ങൾ, താരീഖ്, ഖസസ് പോലുള്ള ആ രീതിയിലൊക്കെ ഒരുപാട് ഗദ്യങ്ങൾ വർദ്ധിച്ചു. ഖുർആൻ തന്നെ വലിയൊരു കാരണമായിട്ട് മാറി എന്നുള്ളത്. കാരണം ഖുർആൻ എന്നുള്ളത് അഫ്സഹുൽ കുത്തുബി അൽഫാദൻ അസ്ഹലുഹ തർക്കീബൻ, ഘടനയും വാക്കുകളൊക്കെ കൂടുതൽ സാഹിതീയമായിട്ട്, കൂടുതൽ സ്ഫുടമായിട്ട്, എന്നാൽ വളരെ ലളിതമായി ഉപയോഗിച്ചൊരു ഗ്രന്ഥമാണ് ഖുർആൻ. ഏറ്റവും തെളിമയാർന്ന ഭാഷ ഉപയോഗിച്ചൊരു സാഹിത്യ കൃതി കൂടിയാണ് ഖുർആൻ, നമുക്ക് പറയാൻ പറ്റും. സാഹിത്യ ഗ്രന്ഥം കൂടിയാണ് ഖുർആൻ. അപ്പോൾ അത് വലിയൊരു മുന്നേറ്റമായിട്ട് ഖുർആൻ ഒരു കാരണമായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ കാലത്തുള്ള ഗദ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു പ്രത്യേകത സുഹൂലത്തുൽ അൽഫാദ്, അതിന് വളരെ എളുപ്പമുള്ള വാക്കുകൾ ഉപയോഗിക്കുക, എന്നാൽ അതിന് വലിയ അർത്ഥങ്ങളുള്ള, അത് അധികവും ഒരുപാട് ഖുർആനിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ചില ഒരുപാട് പ്രയോഗങ്ങൾ, വാക്കുകൾ ഉപയോഗിക്കാം. ആ രീതിയിൽ ഖുർആൻ എന്തായിട്ടുണ്ടായിരുന്നു, ഒരു വലിയൊരു സോഴ്സ്, ഒരു ഗ്രേറ്റ് സോഴ്സായിട്ട് ഇതിന് മാറി എന്നും നമുക്കിതിനെ പറ്റി പറയാൻ പറ്റും. അപ്പോൾ ഈ സമയത്തുള്ള ഗദ്യങ്ങളിൽ, മുൻപത്തെ കാലത്തെ ഗദ്യങ്ങളൊരു വ്യത്യാസം, അധികവും അല്ലെങ്കിൽ അതുപോലെയുള്ള ആർട്ടിഫിഷ്യലായിട്ടൊരു ഒരു ആക്കിക്കൂട്ടി ഇങ്ങനെ വസനും സജവും അതിൻ്റെ ഘടനയൊക്കെ ഒപ്പിച്ചുണ്ടാക്കുന്നതിന് പകരം അതൊക്കെ മാറിയിട്ടുള്ള ഒരു രീതിയായിരുന്നു. അത് മനഃപൂർവ്വമല്ലാതെ ഇങ്ങനെ നാച്ചുറലായിട്ട് വരുന്ന അതിൻ്റെ സജോപ്പിക്കലും വസനൊപ്പിക്കലും അതിൻ്റെ ഘടന ഒത്തുവരിക എന്നതിലപ്പുറം ഒന്നും ആക്കി കൂട്ടിയിട്ടൊന്നുള്ള കാര്യങ്ങളൊന്നും ഈ കാലത്തുള്ള ഗദ്യങ്ങളിൽ നമ്മൾ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെയെന്ന് പറയുമ്പോൾ ഒരുപാട് രീതികളിൽ എന്തുണ്ടായിരുന്നു, ഇതിൽ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഈ സമയത്തുള്ള പ്രസംഗങ്ങൾക്കൊക്കെ ഇതൊരു ഇസ്ലാമിൻ്റെ ഒരു അധ്യാപനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രസംഗങ്ങളായി മാറി. അന്നത്തെ ഇസ്ലാമിൻ്റെ ഭരണകൂടത്തിലെ, ഇസ്ലാമിക ഭരണകൂടത്തിലെ നിയമങ്ങൾ അറിയിക്കാൻ വേണ്ടിയുള്ള പ്രസംഗങ്ങളായി മാറി. അതൊരു ആളുകളെ തൃപ്തിപ്പെടുത്താനും അവരുടെ മനസ്സിലിരുന്ന് ഉൾക്കൊള്ളിക്കുവാനുള്ള പ്രസംഗങ്ങളായിട്ട് മാറി. അവരെ ഒന്ന് സ്വാധീനിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു പ്രസംഗമായിട്ട്, ബോധവൽക്കരണത്തിനുള്ളതായിട്ട് മാറി. അപ്പോൾ ഇത് അന്നത്തെ പ്രസംഗങ്ങളുടെ ഇനങ്ങൾ, അതിൻ്റെ അൻവാ നോക്കുകയാണെങ്കിൽ അൽ ഖുത്ബത്തുൽ ഖളാഇയ്യ, അൽ ഖുത്ബത്തു സിയാസിയ്യ, ഖളാ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, പിന്നെ സിയാസ്, പൊളിറ്റിക്കൽ ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രസംഗങ്ങൾ, ഖുത്ബത്തു സുൽഹ്, ഖുത്ബത്തുൽ ഇജ്തിമാഇയ്യ, സുൽഹ് എന്ന് പറയുമ്പം പരസ്പരം സംയമനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, പിന്നെ സമവായത്തിനുള്ള പ്രസംഗങ്ങൾ, ഖുത്ബത്തുൽ ഇജ്തിമാഇയ്യ, സോഷ്യലായിട്ടുള്ള അസംബ്ലി ഗ്യാതറിങ്ങിലൊക്കെ പ്രസംഗിക്കുന്ന സംസാരങ്ങൾ, പിന്നെ അതുപോലെ അൽ ഖുത്ബത്തുല്ലത്തി തുൽഖാ ഫിൽ മഹാഫിൽ, വലിയ സദസ്സുകളിലും പരിപാടികളിലും സംഗമങ്ങളിലുള്ളത്, അൽ ഖുത്ബത്തു ദീനിയ, മതകീയമായിട്ടുള്ള ചില ഉപദേശങ്ങൾ, സാരോപദേശങ്ങൾ, അങ്ങനെയുള്ള സംസാരങ്ങൾ, സന്ദേശങ്ങൾ, ഈ രീതിയിൽ ഖുത്ബയുടെ ഒരുപാട് ഇനങ്ങൾ. പിന്നെ ഈ ഒരു ഖുത്ബ ഇസ്ലാമിക അധ്യാപനവുമായുള്ള ദീനിൻ്റെ ചില അടയാളങ്ങളുടെ ഒരു സ്വാധീനം ഈ ഒരു പ്രസംഗങ്ങളെ കാണാൻ പറ്റും. പ്രത്യേകിച്ചും ഹംദ് കൊണ്ട് തുടങ്ങുന്ന പ്രസംഗങ്ങളായിട്ട് അൽ ഖുത്ബത്തുൽ ബത്തറ എന്ന് പറയാറുണ്ട്, ഇങ്ങനെ ഹംദ് പറയാത്തതിന്. അപ്പം അങ്ങനെ എന്ന് വെച്ചാൽ ഹംദ് കൊണ്ട് തുടങ്ങുന്ന ഖുത്ബകൾ, പ്രവാചകൻ്റെ മുഹമ്മദ് നബിയുടെ മേലുള്ള, റസൂലുള്ളാഹിയുടെ മേലുള്ള സ്വലാത്ത് കൊണ്ട് പറയുന്ന പ്രസംഗങ്ങൾ,
അങ്ങനെ ഇപ്പോൾ സ്വലാത്തില്ലാത്തതിന് ഷൗഹാ എന്ന് ഖുതുബത്തു ഷൗഹാ, ഹംദില്ലാത്തതിന് ഖുതുബത്തുൽ ബത്തറ എന്നൊക്കെ രീതിയിലുള്ള പേര് ടേം വരെ ഉപയോഗിച്ച് തുടങ്ങി. അതുപോലെ ആയത്തുകളും ഹദീസുകളും വെച്ച് പറയുന്ന പ്രസംഗങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ ഏറ്റവും നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള പ്രസംഗങ്ങൾ, സാഹിത്യ രീതിയിലുള്ള പ്രസംഗങ്ങൾ, ഒന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും ഖുലഫ റാഷിദീൻ്റെയും ഖലീഫമാരുടെയും പിന്നെ അതിനുശേഷം സ്വഹാബത്തിൻ്റെയൊക്കെ പ്രസംഗങ്ങളൊക്കെ ഇതിന് വലിയൊരു ഉദാഹരണങ്ങൾ തന്നെയാണ്. പിന്നെ നസറിൻ്റെ മറ്റൊരു ഇനമായിട്ട് നമുക്ക് പറയാൻ പറ്റും അംസാൽ, ഒരുപാട് ഇഡിയംസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗങ്ങൾ, മസലുകൾ. അപ്പോൾ അംസാലുകളും വലിയൊരു കലാരൂപം തന്നെയായിരുന്നു. അതിൽ പ്രത്യേകമായിട്ടും ഈ കാലത്ത് നല്ലൊരു അർത്ഥവത്തായ സാർത്ഥകമായ മസലുകൾ ഉപയോഗിക്കപ്പെട്ടു. അത് സമുദായത്തിൻ്റെ കഥകൾ വിവരിക്കുന്നതാകാം, അതിൻ്റെ റിസൾട്ടുകൾ, അതിലുള്ള ഗുണപാഠങ്ങൾ വിവരിക്കുന്ന ഒരുപാട് മസലുകളൊക്കെ നമുക്ക് ഈ ഒരു കാലത്ത് കാണാൻ പറ്റും. പിന്നെ അടുത്തൊരു ഗദ്യത്തിൻ്റെ മറ്റൊരു ഇനമാണ് അൽ വസ്വായ, വസീയത്തുകൾ എന്ന് പറയാം. വസീയത്തിലധികവും ഒരു ഉപദേശമാണ് അല്ലെങ്കിൽ ഒരു സന്ദേശമായിരിക്കും. അപ്പോൾ അതിലൊരുപാട് ഹിക്മത്തുകൾ അടങ്ങിയതായിരിക്കും. ഒരു പക്ഷേ നല്ല സ്വഭാവ ഗുണങ്ങളെ പറ്റി പറയുന്ന സന്ദേശം കൈമാറുന്നതായിരിക്കും, അല്ലെങ്കിൽ നല്ല ആചാരങ്ങളെ പറ്റി, അനുഷ്ഠാനങ്ങളെ പറ്റിയുള്ളതായിരിക്കും. അതൊരു പക്ഷേ ഒരു നേതാവ് തൻ്റെ സമുദായത്തിന് എഴുതി അയക്കുന്നതാവാം, അവരോട് പറയുന്നതാകാം, അല്ലെങ്കിൽ ഉപ്പ മക്കൾക്ക് കൊടുക്കുന്ന സന്ദേശമാകാം. അങ്ങനെ ഒരുപാട് ഇനങ്ങൾ വസീയത്തിലുമുണ്ട്. വസീയത്ത് ദീനിയ, വസീയത്തുൽ ഇജ്തിമാഇയ, സോഷ്യൽ, വസീയത്ത് സിയാസിയ, പൊളിറ്റിക്കൽ, അല്ലെങ്കിൽ റിലീജിയസ്, അങ്ങനെ പല രൂപത്തിൽ. നസറിൻ്റെ മറ്റൊരു ഇനമാണ് റസായിൽ, റിസാലകൾ. റിസാല എന്ന് പറയുമ്പോൾ കത്ത് എന്നൊക്കെ പറയാം. അത് ചില വ്യക്തിപരമായ കാര്യങ്ങളുള്ളതായിരിക്കും. കത്തെന്ന് പറയുമ്പോൾ ഒരാൾ തന്നെ ഒരുപക്ഷെ ആക്ഷേപമായിട്ട് എഴുതുന്നതായിരിക്കും, അനുശോചനമായിരിക്കും, അല്ലെങ്കിൽ ഒരു അഭിനന്ദനമോ അല്ലെങ്കിൽ ഒരു ആശംസയൊക്കെ ആയിരിക്കും. ഹിതാബ്, തഅസിയത്ത്, തഹനിയത്ത് പോലെ ഒരുപാട് ഇനങ്ങൾ അതിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മറ്റൊരു ഇനമാണ് അൽ കിതാബ. കിതാബത്ത് എന്ന് പറയുമ്പോൾ ഒന്നിക്കൽ റിസാലത്തിൽ കത്തെഴുതുന്ന എഴുത്താകാം, അല്ലെങ്കിൽ ഖുർആൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ എഴുതി വെക്കുന്നതാകാം, ഉപദേശങ്ങൾ കേൾക്കുന്ന ഉപദേശങ്ങൾ അത് രേഖപ്പെടുത്തി വെക്കുന്നതാകാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കത്തുകളും ഈ രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ നേതാക്കന്മാർ തമ്മിൽ, അല്ലെങ്കിൽ നായകന്മാർക്ക്, ഗോത്ര തലവന്മാർക്ക് അയക്കുന്ന കത്തുകളാകാം. ഇങ്ങനെ പല രൂപത്തിലും നമുക്കിതിൻ്റെ ഇനങ്ങൾ കാണാൻ പറ്റും. ഇനി ഇതിൽ പറയുന്നത് ഖുർആൻ എന്നുള്ള നസറായിട്ട് വന്നിട്ടുള്ള ഗദ്യരൂപത്തിൽ വന്ന സാഹിത്യ വർക്കുകളുടെ അല്ലെങ്കിൽ സാഹിത്യ രചനകളുടെ ഓരോ ഉദാഹരണങ്ങൾ ആയിട്ടാണ്, സാമ്പിളുകളാണ് പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഖുർആൻ നമ്മൾ പറഞ്ഞു, ഏറ്റവും സാഹിത്യത്തിലെ ഒരു മമ്പ, ഒരു ഉറവിട, ഒരു സോഴ്സായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റിയതായിരുന്നു ഖുർആൻ എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും അദബായ, തെളിഞ്ഞ, അസ്ഹലായ, അല്ലെങ്കിൽ ഏറ്റവും അർവആയ, ഒരു അത്ഭുതപ്പെടുത്തുന്ന സാഹിത്യ ഗ്രന്ഥം കൂടിയാണ് ഖുർആൻ. അപ്പോൾ ആ ഖുർആൻ്റെ ഒരു ആയത്തുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥങ്ങൾ വെച്ചൊക്കെ മനസ്സിലാക്കും അതിൻ്റെ സാഹിത്യ രീതികൾ. അതൊരു പക്ഷേ സാരോപദേശങ്ങളാകാം, ചരിത്രങ്ങളാകാം, സംഭവങ്ങളാകാം, അല്ലെങ്കിൽ അതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സന്ദേശങ്ങളൊക്കെ ആകാം. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ അതൊരു നല്ല ആളുകളുടെ ഗുണവിശേഷണമാണ് അവിടെ പറയണത്. റഹ്മാനായ റബ്ബിൻ്റെ, പടച്ചവൻ്റെ അടിമകൾ അവർ ഭൂമിയിൽ വളരെ ലളിതമായി, സിമ്പിളായി ജീവിക്കുന്നവരായിരിക്കും. ഭൂമിക്ക് മേലെ സിമ്പിളായി ജീവിക്കുന്നവർ, ലളിതമായി ജീവിക്കുന്നവർ. അവരോട് വിഡ്ഢികളായ ആളുകൾ, അറിവില്ലായ്മയുള്ള ആളുകൾ, അറിവില്ലാത്തത് കാരണം ആ രീതിയിൽ അവരോട് സംസാരിക്കാൻ വരുന്നവരോട് അവർ പറയും ഖാലു സലാമ, നമ്മൾ സംസാരിക്കാൻ സമയമില്ല എന്നുള്ള നിലക്ക് സലാമ എന്ന് പറഞ്ഞ് അവർ അഭിവാദ്യം ചെയ്ത് അവിടെ നിന്ന് കടന്നു പോകും. അവരൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യില്ല. അല്ലദീന എന്ന് പറഞ്ഞിട്ടുള്ള തുടങ്ങുന്ന റബ്ബിനെ, പടച്ചവനെ ആരാധിച്ചുകൊണ്ടും നന്മകളിലായിട്ട് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ജീവിച്ചു അങ്ങനെ നല്ല ആളുകളെ വിശേഷിപ്പിക്കുന്ന ഗുണവിശേഷണങ്ങളോട് അവിടെ പറയണത്. അപ്പോൾ അങ്ങനെ അത് വലിയൊരു സാഹിത്യ രൂപത്തിലാണ് അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഇസ്ലാമിൻ്റെ തുടക്കകാലത്തുള്ള പ്രസംഗങ്ങളുടെ ഓരോ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. റസൂലുള്ളാഹിൻ്റെ, മുഹമ്മദ് നബിയുടെ പ്രസംഗങ്ങളാണ് ഏറ്റവും വലിയ ഉദാഹരണം. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. യാ മഅ്ശറൽ അൻസാർ മാ ഖാലത്തുൻ ബലഗത്നി അൻകും വജദ്ദത്തുൻ വജദ്തുമുഹാ ഫി അൻഫുസിക്കും അലം ആത്തിക്കും ളലാലൻ ഫഹദാകുമുല്ലാഹു ബി. നിങ്ങൾ ളലാലത്തിലായിരിക്കെ ഞാൻ നിങ്ങളിലേക്ക് വന്നു, അള്ളാഹു എന്നിലൂടെ നിങ്ങളെ എന്താക്കി, നന്മയിലാക്കിയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ വെച്ചിട്ടുള്ളൊരു
കോട്ടിങ്ങുകൾ ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നതരം രീതികൾ, സ്റ്റൈലുകൾ. പിന്നെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പ്രസംഗം, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ പ്രസംഗം, അലി ഇബ്നു അബി ത്വാലിബിൻ്റെ യുദ്ധ പ്രസംഗം തുടങ്ങിയ പ്രസംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചോദ്യോത്തര സെഷനിൽ അവിടെ ഉണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ അവാമിൽ ബാരിസ, ഒരു ഇസ്ലാമിക കാലത്തുള്ള നസ്റിൻ്റെ ഒരു മുന്നേറ്റത്തിന് കാരണമായ പ്രേരകങ്ങൾ. അതിൻ്റെ കാരണം എന്തൊക്കെയായിരുന്നു? ഒന്നുമില്ല, ഇസ്ലാം വന്നതോടുകൂടി ആ ഒരു ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അവരുടെ പ്രബോധനം, ദഅവത്ത്, മറ്റ് രാജ്യങ്ങളിലേക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സന്ദേശങ്ങൾ അയക്കാനോ വേണ്ടിയിട്ടുള്ള മറ്റ് രാജ്യങ്ങളിലേക്കുള്ള പോക്കുകൾ, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുകൾ, അതെല്ലാം ഇതിൽ പെടുന്നതാണ്. പിന്നെ അടുത്ത ഖുർആൻ ഇതിലൊരു വലിയൊരു കാരണമായിട്ട് ഈ കലാസാഹിത്യത്തിലെ അല്ലെങ്കിൽ കലാരൂപങ്ങൾ പുരോഗമിക്കുന്നതിലൊരു കാരണമായിട്ട് ആ ഖുർആൻ വളരെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഖുർആനെ തന്നെ വലിയൊരു സാഹിത്യകൃതിയാണ്, അതൊരു വലിയൊരു മമ്പഴ കൂടിയാണ്. അതിലെ വാക്കുകളും സുഹൂലത്തുൽ അൽഫാളും അതിൻ്റെ തർക്കീബൊക്കെ വലിയ അത്ഭുതപരമാണ് എന്ന രീതിയിൽ ഖുർആനിൻ്റെ സാഹിത്യ വിശേഷണങ്ങൾ പറയാം. അടുത്തൊരു ചോദ്യം, ഇസ്ലാമിക കാലത്ത് നസ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞ സുഹൂലത്തുൽ അൽഫാദാണ് പ്രധാനപ്പെട്ട. ജസാലത്തുൽ അൽഫാദ്, സുഹൂലത്തുൽ വലിയ അർത്ഥങ്ങളടങ്ങിയ എളുപ്പമുള്ള വാക്കുകൾ, തക്കല്ലുഫൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരുപാട് സ്റ്റൈലുകൾ, തക്കല്ലുഫായിട്ടുള്ള അതൊക്കെ ഒപ്പിക്കാതെ, എന്നാലോ തഅമ്മുദില്ലാതെ മനഃപൂർവ്വമല്ലാത്ത രീതിയിൽ നാച്ചുറലായി വരുന്ന സജകളോ അല്ലെങ്കിൽ ഈ ഘടന ഒപ്പിക്കലൊന്നും അതുണ്ടാവുകയും ചെയ്യും. നല്ല രസത്തിനൊരു രസം കൊല്ലിയാകുന്ന രീതിയിലും അല്ല, നല്ല രസമുള്ള എന്നാലോ തകല്ലുഫായിട്ട് ഇങ്ങനൊന്നും ഒപ്പിക്കാത്ത രീതിയിലുള്ള അങ്ങനെയുള്ളൊരു സ്റ്റൈലുകളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. പിന്നെ ഈ കാലത്തുള്ള പ്രധാനപ്പെട്ട നസ്റിൻ്റെ ഇനങ്ങൾ നമ്മൾ പറഞ്ഞു. ഖത്താബത്ത്, പ്രസംഗം, വസിയ്യത്ത്, റിസാലത്ത്, കിതാബത്ത് പോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഇനങ്ങൾ. പിന്നെ ഈ കാലത്തുള്ളതിൻ്റെ ഇസ്തിഹാർ, അതിൻ്റെ ഒരു രൂപങ്ങൾ, ഇതിങ്ങനെ മുന്നേ ഒരുപാട് പുരോഗമിച്ച് വന്നതിൻ്റെ ഒരു കാര്യങ്ങൾ പറയാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഖത്തീബിൻ്റെ പ്രധാനപ്പെട്ട നല്ല സ്വഭാവങ്ങൾ, അവരുടെ രീതികൾ, അവരെന്തിനൊക്കെ വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്ന പറഞ്ഞു. നമ്മൾ ഒരു നേതാക്കന്മാർ തമ്മിലുള്ളതാകാം, അല്ലെങ്കിൽ അവർ വസിയത്തായിട്ടോ അല്ലെങ്കിൽ ദീനിൻ്റെ പ്രബോധനത്തിനോ അല്ലെങ്കിൽ ഹുക്കുമുകൾ, ഗവൺമെൻറ് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ നിയമങ്ങൾ മറ്റുള്ളവരെ ഇഖ്നാഅ ചെയ്യാൻ, അവരെ കൺവിൻസ് ചെയ്യാൻ, അവരെ ബോധവൽക്കരണത്തിന്, ഉപദേശങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആ രീതികളൊക്കെ പറയാവുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഖത്തീബ്മാരെ പറയുമ്പോൾ ഒന്ന് പ്രവാചകൻ മുഹമ്മദ് നബി, ഖുലഫ ഉർ റാഷിദൂൻ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, പിന്നെ അതുപോലെയുള്ള പിന്നെയുള്ള മറ്റേ സ്വഹാബത്ത്. കിതാബത്ത് എന്തിനു വേണ്ടിയായിരുന്നു ആ കാലത്ത് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ, കിതാബത്ത് അവർ ഒന്നുകിൽ റിസാല എഴുത്ത് ആയിരിക്കാം അമീർമാർ തമ്മിൽ, അല്ലെങ്കിൽ കബീലയുടെ റയീസുമാർ തമ്മിൽ, ഗോത്രത്തലവന്മാർ തമ്മിലുള്ള റിസാല, അല്ലെങ്കിൽ നേതാവ് റസൂലുള്ളാഹിയിലേക്കുള്ള നല്ല സ്വഹാബത്തുകൾ, പല രീതിയിലുള്ള കിതാബത്ത്, അല്ലെങ്കിൽ ഖുർആനോ മറ്റോ എഴുതി വെക്കുന്നത്, ഈ പ്രസംഗങ്ങൾ എഴുതി വെക്കുന്നത്, അങ്ങനെ രീതിയിലുള്ളതാകാം. പിന്നെ മസലുകൾ ഖുർആനും സുന്നത്തിനും സ്വാധീനിച്ചിട്ടുണ്ടാകാം. അങ്ങനെ മറ്റൊരുപാട് ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് ഇസ്ലാമിക് പീരീഡിലെ, പ്രീ ഇസ്ലാമിക്കിന് ശേഷം ഇസ്ലാമിക് പീരീഡിലെ നസ്റിൻ്റെ ഗദ്യത്തിൻ്റെ ഇസ്തിഹാറുകൾ, അറബിക് പ്രോസ് അതിനെ പറ്റി പറയാനുള്ളത് ഇതാണ്. ഇത്രയാണ്. അടുത്ത സെഷനുകളിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.